നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്തതിൽ സർക്കാരും കൊട്ടാരവും ഒത്തുകളിച്ചെന്ന് വിദഗ്ധ സമിതി മുൻ അധ്യക്ഷൻ CV ആനന്ദബോസിന്റെ വെളിപ്പെടുത്തൽ. രേഖകൾ മാർത്താണ്ഡവർമ്മ പൂഴ്ത്തിവെച്ചു. നിധി രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്ന് സംശയം. ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ നടന്നത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെന്നും ആനന്ദബോസ്. ജീവനുള്ള കാലത്തോളം ക്ഷേത്രസ്വത്ത് മോഷ്ടിക്കില്ലെന്ന് ഗൗരി പാർവതി ബായ്. പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന ഭൂമി സർക്കാർ പുറമ്പോക്കെന്ന് റവന്യൂ രേഖകൾ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളും റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്ക്. ശ്രീപാദം സ്വത്തുക്കൾ സ്വകാര്യ ഭൂമിയെന്നും രേഖകൾ. സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമം കാരുണ്യ ഫാർമസിയിലൂടെ പരിഹരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. അവശ്യ മരുന്നുകൾ കിട്ടാതെ രോഗികൾ വലയുന്നു. കസ്തൂരിരംഗൻ വിരുദ്ധ പ്രതിഷേധത്തിന്റെ മറവിൽ താമരശ്ശേരിയിൽ വനം വകുപ്പ് ഓഫീസ് കത്തിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോടതിയിലേക്ക്. പോലീസ് അന്വേഷണത്തിനൊപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി വരുന്നത് കേസ് അട്ടിമറിച്ചേക്കുമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മാർപ്പാപ്പമാരായ ജോൺ പോൾ രണ്ടാമനെയും ജോൺ 23-ാമനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ചടങ്ങുകൾ നടന്നത് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ. കേരളത്തിലെ ദേവാലയങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയതിന് തെളിവുകൾ ലഭിച്ചിരുന്നുവെന്ന് വിദഗ്ധ സമിതി മുൻ അധ്യക്ഷൻ CV ആനന്ദബോസ്. സർക്കാരും മാർത്താണ്ഡവർമ്മ കുടുംബവും ഒത്തുകളിച്ചു. ക്ഷേത്രത്തിലെ നിധിശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങളുള്ള രേഖകൾ മാർത്താണ്ഡവർമ്മ പൂഴ്ത്തിവെച്ചുവെന്നും CV ആനന്ദബോസ് ആരോപിച്ചു. നിലവറയിലേക്കുള്ള വാതിലുകളുടെ താക്കോലുകൾ വിവിധ വ്യക്തികളുടെ കൈവശം സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ എല്ലാ താക്കോലുകളും മാർത്താണ്ഡവർമ്മ ഉത്രാടം തിരുനാളിന്റെ കയ്യിലായിരുന്നു. ക്ഷേത്രത്തിലെ നിധിശേഖരത്തെക്കുറിച്ചുള്ള രേഖകൾ കൈമാറാൻ ഉത്രാടം തിരുനാൾ തയ്യാറായില്ലെന്നും ആനന്ദബോസ് ആരോപിക്കുന്നു. ഇതിനു മുൻപ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ നിധിശേഖരങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാന്യതയുടെ പേരിൽ അന്ന് ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അദ്ദേഹം നിഷേധിച്ചു. എൻ്റെ കയ്യിൽ അങ്ങനെ രേഖകളില്ല എന്ന് പറഞ്ഞു. ഈ രേഖകൾ കിട്ടിയാൽ മാത്രമേ നിധിശേഖരം പുറത്തേക്ക് കടത്തിയൂ എന്ന് വ്യക്തമാകൂ. നിധിശേഖരത്തിൽ നിന്നും അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയെന്ന സൂചനയാണ് വിദഗ്ധ സമിതിക്ക് ലഭിച്ചത്. വിദേശത്തേക്ക് വരെ കടത്തിയതായി സംശയിക്കുന്നു. ഉത്രാടം തിരുനാളിന്റെ പ്രവർത്തനങ്ങൾ സത്യത്തിന് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യവുമായിട്ട് കേവല സത്യം എന്നൊന്നിനെക്കുറിച്ച് ശ്രീ മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയ മതിപ്പുണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. നിധി ഇന്ന് വരെ കാത്തു സൂക്ഷിക്കുന്ന രീതി ശരിയല്ല. ഒരുപക്ഷെ മോഷ്ടിക്കപ്പെട്ടിരിക്കാം, റീപ്ലേസ്മെന്റ് വന്നിരിക്കാം. ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമെതിരെയായിരുന്നു പിന്നീട് ആനന്ദബോസിന്റെ വിമർശം. ഇത് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രമുഖനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിൻ്റെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എന്നെനിക്ക് തോന്നി. ശ്രീ മാർത്താണ്ഡവർമ്മയും അദ്ദേഹവും മറ്റു ചില ഉദ്യോഗസ്ഥന്മാരുമായി ഒത്തുകളിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. സത്യം പുറത്തുവരുമെന്നും അതിന് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആനന്ദബോസ് പ്രതികരിച്ചു. മീഡിയ വൺ ഡൽഹി. ശ്രീ CV ആനന്ദബോസ് ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരും. ഒപ്പം ശ്രീ നീലലോഹിതദാസൻ നാടാർ JDSന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി ശ്രീ ഭാർഗവറാം തൃശൂർ സ്റ്റുഡിയോയിൽ, രാഹുൽ ഈശ്വർ കൊച്ചിയിലുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ CV ആനന്ദബോസ്, താങ്കളുടെ പ്രസ്താവന അത്ഭുതമുണ്ടാക്കുന്നതല്ല വെളിപ്പെടുത്തൽ. അതിനു മുമ്പ് അമിക്കസ് ക്യൂറി തന്നെ വളരെ വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലൂടെ ഇക്കാര്യങ്ങൾ കേരള സമൂഹത്തിന് മുന്നിലേക്ക് വന്നതാണ്. VS അച്യുതാനന്ദൻ്റെ ആക്ഷേപങ്ങൾ അതിനു മുമ്പ് തന്നെയുണ്ട്. പക്ഷേ താങ്കളുടെ പ്രസ്താവനകൾ വന്നതിന് ശേഷം ഇക്കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി തുടരുന്ന ഇത്തരം ചർച്ചകൾക്ക് രാജകുടുംബത്തിൽ നിന്ന്, മാർത്താണ്ഡവർമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഒരു വെളിപ്പെടുത്തൽ, ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ജീവൻ ഉള്ളിടത്തോളം കാലം ശ്രീപത്മനാഭൻ്റെ ഒരു മുതലും ഞങ്ങൾ എടുക്കുകയില്ല എന്ന് ഗൗരി പാർവതി ബായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരെ അവിശ്വസിക്കാൻ മാത്രം താങ്കളുടെ കയ്യിൽ എന്തൊക്കെ തെളിവുകളും കാര്യങ്ങളുമാണുള്ളത്? അവരെ ഞാൻ അവിശ്വസിക്കുന്നില്ല. മാത്രമല്ല, പല ഘട്ടങ്ങളിലും ഈ നിധി സൂക്ഷിപ്പിനെക്കുറിച്ച് അവരോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണവർന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുമാണ്. എൻ്റെ അഭിപ്രായ വ്യത്യാസം പട്ടം കൊട്ടാരത്തിലെ പ്രതിനിധികളോടാണ്. മുഖ്യ പ്രതിനിധി ശ്രീ മാർത്താണ്ഡവർമ്മ, ശ്രീ ഇപ്പോൾ പറഞ്ഞ അശ്വതി തിരുനാളും പൂയം തിരുനാളും ഉൾപ്പെടുന്ന രാജകൊട്ടാരം, രാജകുടുംബത്തിൻ്റെ ശാഖ,
കവടിയാർ കൊട്ടാരം. അവിടെ നിന്ന് എനിക്ക് ലഭിച്ച ഒരു വിശ്വാസം ശ്രീ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് സംശയങ്ങൾ ഉണ്ടായത് ശ്രീ മാർത്താണ്ഡവർമ്മയുടെ സമീപനത്തെക്കുറിച്ചാണ്, മറ്റുള്ളവരെക്കുറിച്ചില്ല. അതാദ്യം തന്നെ വ്യക്തമാക്കിക്കൊള്ളട്ടെ. രണ്ടാമതൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, രാജകൊട്ടാരം പൂഴ്ത്തിവെച്ചു, അവിടെ നിന്ന് വ്യാപകമായ മോഷണം പോയി എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. അവിടെ നിന്ന് വ്യാപകമായ മോഷണങ്ങൾ പോയി എന്നുള്ള ചില അഭിപ്രായങ്ങൾ സമിതി ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ നടക്കുന്ന അപാകതകൾ ഇങ്ങനെയുള്ള ചിലതിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിൽ ഞാൻ എത്തിയതും ശരിയാണ്. പക്ഷേ ഇതെല്ലാം സത്യമാണോ? മോഷണം പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ പോയി, എവിടേക്കൊക്കെ പോയി? അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി എന്നൊരു നിഗമനം എനിക്കില്ല. പക്ഷേ കിട്ടിയ അറിവ് വെച്ച് ഇങ്ങനെ സംഭവിച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അച്ചടക്കമുള്ള ഒരു സിവിൽ സർവൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതും ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സത്യങ്ങളാണ് എന്നാണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, അന്നുണ്ടായ ചില സംശയങ്ങൾ ശരിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് അമിക്കസ് ക്യൂറി നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് പരമോന്നത നീതിന്യായ പീഠം അംഗീകരിച്ചുകൊണ്ട് ചില ഇടക്കാല ഉത്തരവുകളും പുറപ്പെടുവിച്ചപ്പോൾ ഇപ്പോൾ ഇത് പറയേണ്ടതാണ് എന്ന് തോന്നി. അന്നതൊരു സംശയമായിരുന്നു. ഇന്നതിൽ പലതും തെളിഞ്ഞു കഴിഞ്ഞു. ഇനി തെളിയാൻ കിടക്കുന്ന സംശയങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രം തെളിയിക്കേണ്ടതാണ്. അന്വേഷണം വേണം എന്നുള്ള അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, ശ്രീ CV ആനന്ദബോസ്. ശ്രീ ഭാർഗവ് റാം, താങ്കൾ ഹിന്ദു ഐക്യവേദി എന്ന സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ. ഹൈന്ദവ വിശ്വാസത്തിന് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും അതിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലക്കാണല്ലോ താങ്കൾക്ക് ഈ ചർച്ചയിലുള്ള സ്ഥാനം. ഇതിപ്പോൾ അമിക്കസ് അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എനിക്ക് സംശയങ്ങളുണ്ട്, അന്വേഷണ സമിതിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കാവുന്ന സംശയങ്ങളാണ് എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് മുന്നിൽ അമിക്കസ് ക്യൂറിയുടെ വളരെ വിശദമായ റിപ്പോർട്ടുകളുണ്ട്. VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഉന്നയിച്ച മോഷണം നടന്നു എന്ന ആക്ഷേപങ്ങളും അതിന് വലിയ തെളിവായി നിൽക്കുന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുമുണ്ട്. ഇപ്പോൾ വിശ്വാസി സമൂഹത്തെ, ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ വലിയ തോതിൽ വഞ്ചിച്ചിട്ടുണ്ട് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ എന്ന് വ്യക്തമായിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ചില ആളുകളെങ്കിലും വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് മോഷണം നടത്തിയിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് അതിൽ വിശദമായ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടാൻ താങ്കളുടെ സംഘടന, താങ്കൾ തയ്യാറാകുമോ? തീർച്ചയായും ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടുള്ള കാലുഷ്യവും മാറ്റാൻ വേണ്ടിയിട്ട് വിദഗ്ധമായിട്ടുള്ളൊരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും വരുന്നതുവരെ ഇവർ ആരോപിതർ മാത്രമാണ്. കുറ്റക്കാരായിട്ട് ഇവിടെ മാധ്യമങ്ങളും ചില വ്യക്തികളും ചിത്രീകരിക്കുന്ന കാര്യം അത് ശരിയല്ലാത്തതാണ്. ശ്രീമാൻ ആനന്ദബോസിനെ കുറിച്ച് തന്നെ ഞങ്ങൾ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും തുടക്കത്തിൽ തന്നെ ശ്രീമാൻ ആനന്ദബോസ് ഈ സമിതിയുടെ ചെയർമാൻ ആകുന്നതിന് മുൻപ് തന്നെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറേ സമ്പത്ത് പത്മനാഭസ്വാമിക്ക് കൊടുത്തതിന് ശേഷം ബാക്കി കുറേ കാര്യങ്ങൾ മ്യൂസിയത്തിലേക്ക് മാറ്റണം, മറ്റ് കുറേ സമ്പത്തുകൾ രാഷ്ട്രത്തിന് മുതലുകൂട്ടണം. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനമെടുത്തിട്ട് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായ ഒരു വ്യക്തി സമിതിയുടെ ചെയർമാനായിട്ട് വരുമ്പോൾ ഞങ്ങൾ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിനുശേഷമാണ് ഇദ്ദേഹം ചെയർമാനായിട്ട് വരുന്നത്. ഈ ചെയർമാനായിട്ട് വന്നപ്പോഴും ഞങ്ങൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയിട്ട് കാരണം ഡൽഹി മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഡൽഹി മ്യൂസിയത്തിൽ നടന്ന ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിഷേധിക്കപ്പെടാൻ വേണ്ടി വയ്യാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് CV ആനന്ദബോസിൻ്റെ ഇപ്പോഴത്തെ വാദഗതി 100% വിശ്വസിക്കത്തക്കതല്ല. ഈ ഒരു ചാരിത്ര പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നും ഇപ്പോഴില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CV ആനന്ദബോസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഭാർഗവ് റാം, ശ്രീ CV ആനന്ദബോസ്, ഇത്തരമൊരു വെളിപ്പെടുത്തൽ താങ്കൾ നടത്തുമ്പോൾ താങ്കൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും തനിക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ ഇത്തരത്തിലുള്ളതായിരിക്കുമെന്ന്. ഇതിനെന്താണ് മറുപടി? ഒരഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ വിഭിന്ന സ്വരങ്ങൾ വരിക, വിമർശനങ്ങളുണ്ടാകുക, ആക്ഷേപങ്ങളുണ്ടാകുക,
ഇതൊക്കെ സ്വാഭാവികമാണ്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ചില ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കകൾക്ക് അടിസ്ഥാനവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ വിശദീകരണം കൊടുത്താൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചില സ്വത്ത് നിധികൾ മറ്റെങ്ങോട്ടോ മാറ്റി ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞതായിട്ടാണ്. അദ്ദേഹം അത് കേട്ടിരിക്കാൻ വഴിയില്ല. കാരണം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാൻ പറഞ്ഞത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി ആവശ്യമെങ്കിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്ത് തന്നെ ഇന്ത്യയിലെ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് പോലെ ഒരു മ്യൂസിയം ഉണ്ടാക്കി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ അവരുടെ അധികാരത്തിൽപ്പെട്ട് തന്നെ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്ന്. രണ്ട്, നാഷണൽ മ്യൂസിയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നാഷണൽ മ്യൂസിയം വളരെ അധപ്പതിച്ച നിലയിലേക്ക് വന്നപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു എൻ്റെ ചാർജ്. അവരെല്ലാം കൂടി കണ്ടുപിടിച്ച് എന്നെ അങ്ങോട്ട് ആക്കുകയായിരുന്നു. അവിടെ നടന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ പേരിൽ ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് പോലും വീണ്ടും എന്നെ അങ്ങോട്ട് നിയമിക്കുകയാണ് ഉണ്ടായത്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിൽ എനിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞായിട്ട് ഇന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആവാം. കാരണം ഞാനിത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് തോന്നിയാൽ അന്നെൻ്റെ മനസ്സിൽ ചില ആശങ്കകളുണ്ടായി. ഇത് ഇന്ന് കോടതി തന്നെ പറയുന്നു ഇതിൽ പലതും ശരിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞു. ഇതിനു മുൻപ് ആരും അഭിപ്രായം ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുമില്ല. തീർച്ചയായും അത് വ്യക്തമാണ് ശ്രീ സി വി ആനന്ദ ബോസ് താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇനി അക്കാര്യത്തിൽ ഒരു പരസ്പരാക്ഷേപത്തിൻ്റെ കാര്യമില്ലെന്ന് തോന്നുന്നു. അത് പറയുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ ഊന്നി നിന്നാൽ നമുക്ക് മുന്നിലുള്ളത് ആദ്യം VS അച്യുതാനന്ദൻ പായസത്തിനകത്ത് മോതിരം പൂഴ്ത്തിവെച്ച് കൊണ്ടുപോയി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നതാണ്. അതിനുശേഷം അമിക്കസ് ക്യൂറി എന്ന നമുക്കെല്ലാം വിശ്വാസമുള്ള സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള പരിപൂർണ വിശ്വാസമുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന റിപ്പോർട്ടുകളാണ്. അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്നൊരു സംശയം ഇന്ന് എന്നൊക്കെയാണ് എന്ന് വിദഗ്ധ സമിതിയുടെ ചെയർമാൻ അദ്ദേഹം ആനന്ദ ബോസ് പറയുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസി സമൂഹം ആവശ്യപ്പെടേണ്ടത് വലിയ വിശ്വാസത്തെ മറയാക്കി ഒരു ക്ഷേത്രത്തിനകത്തുള്ള സ്വർണത്തെ വലിയ തോതിൽ കടത്തുകയും വലിയ കൊള്ളയടിയും നടത്തിയ മാർത്താണ്ഡവർമ്മയെ അതായി തന്നെ ജനത്തിന് മുന്നിൽ വെക്കുക, ആ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണം നടത്തി അവരെ കുറ്റക്കാരെന്ന് വിധിക്കുക എന്നതല്ലേ? അതല്ലേ താങ്കളെപ്പോലുള്ള